കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 1 മുതലുള്ള തിരുവചന ഭാഗം. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. അവരെ വിശപ്പോടെ വീട്ടിലേക്ക് അയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കാം. ചിലർ ദൂരെ നിന്ന് വന്നവരാണ്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഈ വിജനസ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. അവൻ ജനത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു. അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ച ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമനൗത്ത പ്രദേശത്തേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യങ്ങളുണ്ട്. കാരിസ്മയിലാണേലും വൺ ഡേ പ്രോഗ്രാം നടക്കുന്ന ഒരു ദിവസമാണ്. ജിസൻ ബോളച്ചൻ ഇന്നത്തെ ശുശ്രൂഷകൾ നയിക്കാൻ വരുന്നതുമാണ്. നമുക്കതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധ സിറിലിനെയും മെത്തോഡിയസിനെയും നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നു. തെസ്സലോനിക്കായിൽ ജനിച്ച ഈ 2 പേര് സഹോദരങ്ങളാണ്, ജ്യേഷ്ഠാനിയന്മാർ. 2 പേരും വൈദികരായി. 2 പേരും വിശിഷ്ടമായ മിഷൻ പ്രവർത്തനം ചെയ്തു. അതുപോലെ തന്നെ അവർ 2 പേരും മെത്രാന്മാരായി. 2 പേരും വിശുദ്ധരായി മാറി. ഇത് വലിയൊരു കാര്യം. ഇന്ന് സഹോദരങ്ങൾ പരസ്പരം മിണ്ടത്തോലില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. വാശിയിലും വൈരാഗ്യത്തിലും കഴിയുന്നവർ. ഇനി അതല്ലെങ്കിൽ സഹോദരൻ അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട നില വന്നാൽ അതിൻ്റെ പേരിൽ അസൂയപ്പെടുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സഹോദരന്മാർക്ക് മാതൃകയായി മാറേണ്ട 2 വ്യക്തികൾ സിറിലും മെത്തോഡിയസും. ഇനി അവരവരുടെ ജീവിതം ദൈവത്തിനായി, ദൈവരാജ്യത്തിനായി സമർപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ, കർത്താവിനെ അറിയാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാനും, അതുപോലെ തന്നെ റഷ്യൻ ഭാഷയുടെ ആ ഒരു ലിപി, അതിൻ്റെ അടിസ്ഥാനം ഇവർ ഇട്ട ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ സഹോദരങ്ങൾ നമ്മുടെ മുമ്പിലുള്ള സഹോദരങ്ങളുടെ നന്മയ്ക്കായിട്ട് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വാലന്റൈൻസ് ഡേ കൂടിയാണ് ഇത്. ശരിക്കും വിശുദ്ധ വാലന്റൈന് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. അതല്ലാത്ത കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ പലരും പോയിട്ട് അവരിഷ്ടപ്പെടുന്ന വ്യക്തികളുടെ കൈത്തണ്ട ചരട് കെട്ടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലതൊന്നും അവിടെയൊന്നും നിൽക്കത്തില്ല. അതിനേക്കാൾ ഒരു കുന്തളിപ്പിനുള്ള ദിവസമായിട്ട് ഈ ദിവസത്തെ കാണുന്ന ചെറുപ്പക്കാരെയും ഒരുപക്ഷെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ അതേക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധമായിട്ട് ആചരിക്കേണ്ട ഒരു ദിവസം. കാരണം വിശുദ്ധ വാലന്റൈൻ അദ്ദേഹം മതപീഡനത്തിന് ഇരയായി. അവസാനം അദ്ദേഹം വിശ്വാസം ത്യജിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു. എൻ്റെ വിശ്വാസം കളഞ്ഞിട്ട് എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ വിശ്വാസം കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രീഫെക്റ്റ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആജ്ഞാപിച്ച ഒരു കാര്യം, അവനെ വടി കൊണ്ട് അടിച്ചിട്ട് പിന്നെ തല വെട്ടുക. ആദ്യം തലയങ്ങ് വെട്ടുമായിരുന്നു, വടി കൊണ്ട് അടിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയല്ല, അവനെ കൊല്ലാതെ കൊല്ലണം. ആദ്യം അവനെ വടി കൊണ്ട് അടിച്ച് നല്ലപോലെ പീഡിപ്പിക്കുക, അതിനുശേഷം അവൻ്റെ തല വെട്ടുക. ഇതെല്ലാം നിന്ന് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് വാലന്റൈൻ. ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനും വിശുദ്ധ ജീവിതം നയിക്കാനൊക്കെയാണോ ഈ ദിവസം നമ്മളെ പ്രേരിപ്പിക്കുക? ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വാലന്റൈൻ കുന്തളിക്കുകയാണെങ്കിൽ നമുക്ക് ശിശുദിനത്തിൽ
പ്രസവിക്കാനുള്ള സാധ്യതയും കാണാൻ പറ്റും. കറക്റ്റായിട്ടാണ് നവംബർ 14 ശിശുദിനം വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിനാണ്. വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസം, അത് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ വരുന്നവർക്കാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അശുദ്ധിക്കും അതുപോലെ തന്നെ തോന്നിയാസത്തിനുമൊക്കെ ഒരു ദിവസമായിട്ട്, അവസരമായിട്ട് അത് മാറുക. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കണ്ടു, ജറബോവാൻ രാജാവ് റഹബോവാൻ രാജാവുമായിട്ട് അദ്ദേഹത്തിന് അസൂയ തോന്നി. എങ്ങനെ അദ്ദേഹത്തിന് ഈ അരക്ഷിതത്വം തോന്നിയിട്ടാണ് ജറബോവാൻ പറഞ്ഞു, ഈ ജനങ്ങൾ ദൈവത്തെ വർഷിക്കാനാണെന്ന് പറഞ്ഞ് ജെറൂസലേമിൽ പോയി അവസാനം റഹബോവാമിനെ അവരിഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ പേരിൽ എന്നെ വന്ന് വധിച്ചിട്ട് അവൻ്റെ കീഴിലാകാൻ നോക്കിയെങ്കിലോ. അത് ഒഴിവാക്കാൻ വേണ്ടി അവൻ്റെ ബുദ്ധിയിലൊരു ഉപായം അവൻ കണ്ടെത്തി. ഇത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയില്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ബുദ്ധി സാമർഥ്യങ്ങളും ഉപായങ്ങളുമൊക്കെ ആയിരിക്കാം അവർ മെനയുന്നതും, അതായിരിക്കാം അവരെ നയിക്കുന്നതും. അവൻ പറഞ്ഞു, ഞാൻ 2 വലിയ ബിംബം, സ്വർണ്ണ അതിന് ഇഷ്ടം പോലെ ചിലവാക്കേണ്ടി വരും, കുഴപ്പമൊന്നുമില്ല, 2 ബിംബങ്ങളുണ്ടാക്കി, ഒന്ന് ദാനിലും മറ്റൊന്ന് ബഥേലിലും അവൻ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആളുകളോട് പറഞ്ഞ്, നിങ്ങൾ ജെറൂസലേമിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതാ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം. അങ്ങനെ ഒത്തിരി പേര് ആ ഒരു കാര്യത്തിലേക്ക് പോയി. 1 രാജാക്കന്മാർ 13-ാം അധ്യായം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ദൈവപുരുഷനെ ദൈവം അയച്ചു. അവൻ വന്നിട്ട് പറഞ്ഞൊരു കാര്യം നോക്കിക്കോ, ഇപ്പം എന്നാ സംഭവിക്കാൻ പോണെന്ന്. ഈ അൾത്താര, ഈ ബിംബത്തിന് ധൂപമർപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജെറബോവാമിൻ്റെ അൾത്താര ഇപ്പം കത്തി ചാരമായിട്ട് നിലത്തോട്ട് വീഴുന്നത് കാണാം. ഇത് കേട്ടോണ്ട് നിന്ന ജെറബോവാം അവൻ വിളിച്ചു പറഞ്ഞു, അവനെ പിടിക്കടാന്ന് പറഞ്ഞ് കൈ നീട്ടി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഈ കൈ തിരിച്ചെടുക്കാൻ നോക്കിയിട്ട് കൈ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവന് അഹങ്കാരമൊക്കെ മാറ്റിയിട്ട് എളിമപ്പെട്ട് ദൈവപുരുഷനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇവനീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണ്ണബിംബത്തോട് പ്രാർത്ഥിച്ചാൽ നടക്കുകയെന്ന് അവൻ അറിയായിരുന്നു. നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, എൻ്റെ കൈ സുഖപ്പെടാൻ. ദൈവപുരുഷൻ പ്രാർത്ഥിച്ചു, അവൻ്റെ കൈ സുഖപ്പെടുകയും ചെയ്തു. അത്ഭുതകരമായ സൗഖ്യം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ജെറബോവാമിന് സംഭവിച്ചത് തൊട്ടടുത്ത അധ്യായം ഒന്ന് വായിച്ചാൽ മതി. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 10 മുതൽ വായിച്ചാൽ അവിടെ പറയാണ്, ജെറബോവാമിനെയും കുടുംബത്തെയും ചപ്പ് ചവറ് പോലെ ഞാൻ കത്തിച്ച് ചാരമാക്കും. ഇതാ കർത്താവ് പറഞ്ഞ്. എന്താ സംഭവിച്ചേ? അന്നൊരു അനുതാപം വന്നെങ്കിലും പിന്നീട് അവൻ അതനുസരിച്ച് ജീവിച്ചില്ല. അവൻ തോന്നിയാസം ജീവിച്ചു. അവൻ വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയി. അവൻ ദൈവത്തെ മറന്നു. അതിൻ്റെ പേരിലാണ് പറഞ്ഞത്, അവനെയും അവൻ്റെ കുടുംബത്തെയും ചപ്പ് ചവറ് പോലെ ഞാൻ കത്തിച്ച് ചാരമാക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ കുറച്ച് നേട്ടങ്ങളാണോ പ്രധാനപ്പെട്ടത്? ഇപ്പം എൻ്റെ പ്രശ്നമൊന്ന് പരിഹരിക്കപ്പെട്ടാൽ മതി, ഇപ്പം എൻ്റെ തടസ്സം ഒന്ന് മാറിയാൽ മതി, അതിന് ഞാൻ എന്തും ചെയ്യും. അതാണോ ഒരു ക്രിസ്ത്യാനി എടുക്കേണ്ട സ്റ്റാൻഡ്? അല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ വരാവുന്ന നാശം വളരെ വലുതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുക. നമുക്ക് വേണ്ട ഒരു കാര്യം, മറ്റുള്ളവരോട് അനുകമ്പ, അലിവ്. ഇതുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്രയോ പാവപ്പെട്ടവർ കഞ്ഞി കുടിച്ച് കിടന്നേനെ. എത്രയോ പാവപ്പെട്ടവർക്ക് അവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം മരുന്ന് മേടിക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായേനെ. നമുക്ക് പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരാശ്വാസമാകാനോ, വിശക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കാനോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എത്ര പേര് ചിന്തിക്കും? വേണേ കുർബാനയുടെ എണ്ണം ഒന്നുകൂടെ കൂട്ടിയേക്കാം, പ്രാർത്ഥനയുടെ നീളം അല്പം കൂടെ കൂട്ടിയേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനൊന്നും എന്നെ കിട്ടത്തില്ല. ഇതാണ് ഒരു ക്രിസ്ത്യാനി എടുക്കേണ്ട സ്റ്റാൻഡ്. യേശു ജനങ്ങളെ കണ്ടപ്പോൾ അവന് അലിവ് തോന്നി. അവൻ പറഞ്ഞൊരു കാര്യം, 2-3 ദിവസമായിട്ട് നമ്മളെ വിടാതെ പുറകെ നടക്കുക. ഇനി ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്കവരെ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. അവർ പറഞ്ഞു വിട്ടാൽ പോകുന്ന വഴിക്ക് ചിലപ്പോൾ തളർന്നു വീണെന്ന് വരും. അവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഒരു കാര്യത്തിന് മുമ്പോട്ട് വന്നപ്പോൾ ശിഷ്യന്മാർ കൈമലർത്തി കാണിക്കുക, നീ എന്നെ ഈ പറഞ്ഞേ, ഈ വിജന സ്ഥലത്ത് എവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും? നീ തങ്ങളുടെ കൈവശമുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞ് അതെടുത്ത് ആശീർവദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ 7000 പേർക്ക് ഭക്ഷണം കഴിച്ച് 7 കൂട്ടം ബാക്കിയും കൂടെ വന്നു. ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്
ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അധ്യായം വായിക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടണം. സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ മാനിക്കണം, ദൈവത്തെ ആരാധിക്കണം. അതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. ഈ കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് ഇന്നത്തെ വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രത്യേകം തേടുകയും ചെയ്യാം.